നമസ്കാരം. ഷെഫ് അറ്റ് ഹോം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ദാബ സ്റ്റൈൽ എഗ്ഗ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ദാബ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിൽ കാണുന്ന ചെറിയ കടകൾക്കാണ് പറയുന്നത്. അവിടെ വളരെ എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ഫുഡൊക്കെ കിട്ടും. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഓൾറെഡി 4 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 മുതൽ 6 വരെ മുട്ടകളുടെ ഒരു ഗ്രേവിയുടെ റെസിപ്പിയാണിത് ഞാൻ പറയുന്നത്. ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും 1/2 ടീസ്പൂൺ ബട്ടറോ ഗീയോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. തീ വളരെ കുറച്ച് വയ്ക്കണം, ഇത് കരിഞ്ഞു പോകാതെ. അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും അതിലേക്ക് ചേർത്ത് ഒരു 1-2 മിനിറ്റ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതോടൊപ്പം മസാലയും അതിലെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തൊക്കെ വരുന്ന രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ അത് റെഡിയായി കിട്ടും. ഇനി മറ്റൊരു പാന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും താല്പര്യമുണ്ടെങ്കിൽ ബട്ടറോ ഗീയോയും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, ഒരു കറുത്ത ഏലയ്ക്ക അതിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 കപ്പ് സവാളയാണിത്. അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം അതൊന്ന് വഴന്നൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴാണ് ഞാനിതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുമെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഈ ഉള്ളി വഴന്നു വരണം. അത്യാവശ്യം അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ഒരു പാകത്തിൽ. ഇനിയും ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലി പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൽ താഴെ ജീരകം പൊടിച്ചതും ഇട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞിരുന്നത്, അത് പ്യൂരി ആക്കിയതാണിത്. 1.25 കപ്പ് തക്കാളിയുടെ പ്യൂരിയാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് ഒന്ന് കുക്കായി വരണം. അതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഇത് കുക്ക് ചെയ്യണം. ആവശ്യമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവിയുടെ പരുവം എങ്ങനെയാണ് അതിനനുസരിച്ച് വേണം ഇതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അടച്ചു വെച്ചും ഇടയ്ക്കത് തുറന്ന് ഇളക്കി കൊടുത്തുമൊക്കെ ആയിട്ട് ഇതെല്ലാം നന്നായി വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യണം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ അല്പം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് കുക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേണ്ടി വരും. ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞൊക്കെ റെഡിയായി വരാൻ. ഇപ്പം അത് നന്നായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ആ ഗ്രേവിയിലേക്കൊന്ന് അതിനെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ എഗ്ഗ് കറി റെഡിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി, അത് ഇടുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഇതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഗാർണിഷ് ചെയ്യുക. അതിനുശേഷം ഇതിനെ ഒന്ന് വീണ്ടും അടച്ച് കുക്ക് ചെയ്യുമൊന്നും വേണ്ട. ആ തീയെല്ലാം ഓഫ് ചെയ്തിട്ട് വെറുതെ ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. നമ്മുടെ ദാബ സ്റ്റൈലുള്ള എഗ്ഗ് കറി റെഡിയാണ്. ഇനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഈ രീതിയിലേക്ക് മാറും. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാൻ സാധിക്കും. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.